സഖാക്കളെ, നിങ്ങളുടെ അവകാശ പത്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി SFI നേതാക്കൾ തന്നെ ഇവിടെ സംസാരിക്കും. ഈ കാലം അവകാശ പത്രികയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഉന്നയിക്കാൻ SFI പോലുള്ള ഒരു സംഘടനയ്ക്ക് ബാധ്യതയുണ്ടാകുന്നൊരു കാലമാണ്. കാരണം പൊതുവിദ്യാഭ്യാസ മേഖലയെ രാജ്യത്തിന് മുന്നിൽ മാതൃകയാക്കി നമ്മുടെ നാട് ഉയർത്തിയതാണ്. എന്നാൽ അവിടെ നിന്നും പുറകോട്ട് പോകാനും പൊതുവിദ്യാഭ്യാസ രംഗം തകർക്കാനുമുള്ള നീക്കങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുകയും അതെല്ലാമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗൗരവമായ ഇടപെടൽ സ്വാഭാവികമായും നടത്തേണ്ട സംഘടന തന്നെയാണ് SFI. ഇവിടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കഴിഞ്ഞൊരു മാസക്കാലത്തിലധികമായി ഡൽഹി കേന്ദ്രമായി നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിൽ സജീവമായ പങ്കാളിത്തം വഹിക്കുന്ന SFI ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായും അതിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ തിരിയുക. നമുക്കറിയാം, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള തട്ടിപ്പും വഞ്ചനയും ക്രിമിനൽ കുറ്റങ്ങളുമാണ് നടന്നിട്ടുള്ളത്. ഇവിടെ 25 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ ബന്ധപ്പെടുന്ന പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. ഈ പരീക്ഷയിൽ വലിയ തോതിൽ കഠിനാധ്വാനം നടത്തിയാണ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത്. ഊണും ഉറക്കവും ഒഴിഞ്ഞ് പഠിക്കുന്ന, അങ്ങനെ പ്രൊഫഷണൽ രീതിയിലേക്ക് ഉയരാൻ കഴിവ് നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ വലിയ തോതിൽ വഞ്ചിക്കുന്ന നിലപാടാണ് ചോദ്യപേപ്പർ കുംഭകോണവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇത് ഒരു മാഫിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. രാജസ്ഥാനിലാണ് അത് കേന്ദ്രീകരിച്ചത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത നാം ശ്രദ്ധിക്കേണ്ടത്, എന്തോ കാരണത്താൽ ഈ പറയുന്ന തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത അറും ക്രിമിനലുകളുടെ പേരുവിവരങ്ങൾ വലിയ തോതിൽ പുറത്തു വന്നിട്ടില്ല. നാം കാണേണ്ടത്, വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ ഉയർന്നു കേട്ടൊരു പേരായിരുന്നു ഹർഷത് മേത്തയുടേത്. അത് ഓഹരി കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. അന്ന് രാജ്യത്തുള്ള എല്ലാവർക്കും ഹർഷത് മേത്തയുടെ പേരറിയാമായിരുന്നു. ഇന്ന് ഈ വലിയ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത മാഫിയയുടെ തലവൻ്റെ പേർ പോലും നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നില്ല. അതിന് കാരണം അവരെ വൻതോതിൽ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. രാജസ്ഥാനിലെ ഭാരതീയ ജനതാ യുവമോർച്ച നേതാവ് ഒരു ദിനേശാണ് ഈ മാഫിയയുടെ തലവനായി പ്രവർത്തിക്കുന്നത്.
പക്ഷേ ആ മനുഷ്യൻ്റെ ഈ വലിയ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ആ മാഫിയ തലവനെക്കുറിച്ച് എത്ര പേർക്കറിയാം? അയാളെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തെല്ലാമോ കാരണങ്ങളാൽ ആ പേര് പുറത്തു വരാതിരിക്കത്തക്ക സമീപനം രാജ്യത്തെ പല മാധ്യമങ്ങളും സ്വീകരിക്കുന്നു. അവിടെയാണ് ഏറ്റവും വലിയ കള്ളക്കളി ദൃശ്യമാവുന്നത്. സാധാരണഗതിയിൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ട ഒരു സംഭവമാണിത്. എന്നാൽ ഇത്തരം ആളുകൾക്കെതിരെ ഗൗരവമായ വകുപ്പുകൾ ചുമത്തിയുള്ള കേസ് പോലും എടുത്തിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുക. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വൻ നിരയാണ് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വൻ നിരയാണ് രാജ്യ തലസ്ഥാനത്ത് കേന്ദ്രീകരിക്കുന്നത്.